സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിലേക്ക് വരുമ്പോ മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിച്ചില്ലേ, ഖിയാമത്ത് നാളിൽ എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോ ആദ്യമായി മുഖം കറുക്കുന്ന ആളുകൾ ആരാണെന്ന് ചോദിച്ചു. നല്ല മുഖം വെളുക്കുന്നവരും പ്രകാശിക്കുന്നവരും മുഖം കറുക്കുന്നവരും രണ്ട് ടീമുണ്ടല്ലോ. യൗമ തബിയല്ലു വജൂഹുൻ വതസ്വദ്ദു വജൂഹ്. ചില ശരീരങ്ങൾ പ്രകാശിക്കും, ചില ശരീരങ്ങൾ കറുത്തിരുണ്ടു പോകും. അതേ അവ്വലുമയ്യസ്വദ്ദു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ആദ്യം മുഖം കറുക്കുന്നവർ വുജൂഹു താരിഖിസ്സലാഹ്, നിസ്കാരം ഉപേക്ഷിക്കുന്നവരുടെ മുഖങ്ങളാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നിസ്കാരം ഒഴിവാക്കുന്ന ആളെ ഒരു സംഗതിക്കും പറ്റൂല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അവൻ ഇവിടൊക്കെ നല്ല ഫേസ് ആയിരിക്കും, കണ്ടാൽ പിന്നെയും പിന്നെയും തുറച്ചു നോക്കാൻ തോന്നും. അവൻ്റെ ആ മുഖത്തിൻ്റെ ഷൈപ്പും ആ മുഖത്തിൻ്റെ ലാവണ്യവും, അവനൊക്കെ കണ്ണാടി നോക്കി മിനുക്കുന്നതും ചെത്തി റെഡിയാക്കുന്നതും, ഒരു വക്ത് പോലും നിസ്കരിക്കാതെ നടക്കുന്ന ഹതഭാഗ്യനാണെങ്കിൽ ഏറ്റവും കരിവാളിച്ച മുഖവുമായിട്ട്, കറുത്ത മുഖവുമായിട്ട് പരാജിതരുടെ കൂട്ടത്തിൽ നിൽക്കുന്നത് കാണാം. താരിഖു സ്വലാത്തിന്റെ മുഖം, നിസ്കാരം ഉപേക്ഷിക്കുന്നവരുടെ മുഖം. നമ്മൾ നമ്മെപ്പറ്റി ആലോചിക്കണം, പുറമക്കാരെ പറ്റിയല്ല. ഏത് ലിസ്റ്റിലാ ഉള്ളത് എന്ന് ചിന്തിക്കണം. ചിന്തിച്ചിട്ട് തരി ഈമാൻ ഉണ്ടെങ്കിൽ മാറണം, ഒരൽപ്പം ഈമാനിന്റെ കണി കണ്ടെങ്കിൽ മാറണം. ഒരു ശതമാനം ആളുകൾ എത്ര നിഅമത്ത് അല്ലാഹു തആല വാരിക്കോരി കൊടുത്താലും അവരെ മനസ്സിലേക്ക് അങ്ങോട്ട് ഏശാത്തൊരു വിഷയം അതാണ്. കാറില്ല, ബാക്കി എല്ലാത്തിനും സഹായിക്കാനും കാര്യങ്ങൾക്കൊക്കെ ഉഷാറാണ്. കാറില്ല, ഇല്ലാത്തൊരു സംഗതി എന്താന്ന് ചോദിച്ചാൽ അതേ ഉള്ളൂ ആളുകൾക്ക്. ബാക്കി എല്ലാത്തിനും ഉഷാറാണ്. അതെ, ബാക്കിയുള്ള വിഷയങ്ങളെ കൊണ്ടൊക്കെ ഇതൊന്ന് പരിഹരിക്കുക. ഇല്ലല്ലല്ല, അങ്ങനെ കരുതണ്ട. അങ്ങനെ ഒരു വിട്ടുവീഴ്ച ആരും ഉദ്ദേശിക്കണ്ട. അങ്ങനൊന്നും കിട്ടൂല. സംസ്കാരം കാതലായ വിഷയം തന്നെയാണ്. അതില്ലെങ്കിൽ അതിൻ്റെ കുറവ് എല്ലാ സ്ഥലത്തും കാണും, എല്ലാ ഭാഗത്തും കാണും. അതാദ്യം രൂപപ്പെടുന്ന രംഗമാണ് മഹ്ശറിലെത്തിയിട്ട് അവനവന്റെ മുഖത്തേക്ക് വാപ്പയും നോക്കുമ്പോടാ, ഇത്രയും കഷ്ടപ്പെട്ട് പോറ്റി വളർത്തിയിട്ടും ഇജി കരിവാളിച്ച ആൾക്കാരെ കൂട്ടത്തിൽ പോയി നിൽക്കേണ്ടി വന്നല്ലോ, നിനക്ക് ഇത്രയും മോശപ്പെട്ട ആളായല്ലോ എന്ന് നിസ്കരിക്കുന്ന ബാപ്പയും ഉമ്മയും നമ്മളെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞ് ആളുകൾക്കിടയിൽ ഒരു മാനക്കേടുണ്ടാക്കുന്ന രൂപത്തിലേക്ക് പോകേണ്ട ഒരു തരം താഴ്ന്ന അവസ്ഥ ഉണ്ടാകരുത്. സഹോദരങ്ങളെ, സഹോദരിമാരെ, നല്ലോണം ശ്രദ്ധിക്കണം, നല്ലോണം സൂക്ഷിക്കണം. ഉപ്പമാരോട് ഉമ്മമാരോടൊക്കെ ഞാൻ പറയട്ടെ, നിങ്ങളെ മക്കൾക്ക് ഉയർന്ന മാർക്കൊക്കെ വേണ്ടി വരും, ശരിയാണ്. ദ്വാർക്കൊക്കെ വേണ്ടി വരും, ശരിയാണ്. പക്ഷെ നിസ്കാരം ഒഴിവാക്കിയിട്ടുള്ള ട്യൂഷനും വീട്ടിലെത്തിയിട്ട് നിസ്കാരങ്ങളൊക്കെ കളാക്കുന്ന രൂപത്തിലുള്ള കോളേജും അതൊന്നും മാറ്റാൻ ഇന്ന് വരെ നമുക്കായിട്ടില്ല. ഇപ്പോഴും ഓരോ സ്ഥലത്തെത്തുമ്പോൾ കുട്ടികൾ ഇശാന് വാങ്ങിക്കൊടുക്കുമ്പോഴാണ് വീട്ടിലേക്ക് അണയുന്നത്. അസുറുണ്ടോ ഇല്ല, മഗ്രിബുണ്ടോ ഇല്ല, ളുഹറുണ്ടോ ഇല്ല. ഇങ്ങനെ പഠിക്കണം എന്ന് നമ്മളോട് ആരാ പറഞ്ഞു ഇങ്ങനൊക്കെ പഠിക്കണം? ദീന് പറഞ്ഞോ ഈ നിസ്കാരമൊക്കെ ഒഴിവാക്കിയിട്ട് പഠിപ്പിക്കണം? ഇസ്ലാം പറഞ്ഞോ ഈ നിസ്കാരമൊക്കെ കളാക്കിയിട്ട് ഒഴിവാക്കിയിട്ട് പഠിപ്പിക്കണം? ഡിഗ്രിന്റെ മേലെ ഡിഗ്രിയൊക്കെ വാങ്ങണം? അത് പറയുമ്പോൾ നമ്മൾ ആൾക്കാരൊക്കെ തായോട്ടാണ്, നോട്ടൊക്കെ തായോട്ടാണ്. ഉസ്താദെ, ആ കാലത്ത് അങ്ങനെ അല്ലാതെ പറ്റൂല. ആര് പറഞ്ഞു പറ്റൂല? നിനക്ക് അല്ലാഹു തആല അധ്വാനിക്കാനും നിനക്ക് അല്ലാഹു തആല അതും നഷ്ടപ്പെടാത്ത രീതിയിൽ സ്വീകരിക്കാനുള്ള കഴിവും ഒഴിവും ഒത്താശയും തന്നിട്ടുണ്ടെങ്കിൽ നീ സ്വീകരിക്കേണ്ട മാർഗം അതാണ്. അതിനാ നീ വഴിയൊരുക്കേണ്ടത്. അങ്ങനെ ആരും കരുതണ്ട. അപ്പമാരും ഉമ്മമാരും പ്രതിക്കൂട്ടിലെത്തുന്ന ഒരു ഭാഗം അതാണ്. അത് തീർത്തും ശ്രദ്ധിക്കേണ്ട, സൂക്ഷിക്കേണ്ട ഒരു മേഖലയാണ്. എത്ര സമയം കഴിഞ്ഞിട്ടാന്നറിയാം നിങ്ങൾ? 7 മണി 8 മണിക്കൊക്കെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ പലയിടത്തേക്കും പോകുമ്പോൾ അപ്പോഴും കോളേജ് കഴിഞ്ഞ് സ്കൂൾ കഴിഞ്ഞ് വന്ന് നിൽക്കുന്നേ ഉള്ളൂ, ബസ് കാത്തുനിന്നിട്ട്. നമുക്ക് പുല്ല് വിലയാണ്. നമുക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരെ പറ്റി പറഞ്ഞു, പുല്ല് വിലയാണ് നിസ്കാരം. നല്ലോണം ശ്രദ്ധിക്കണം. ഇവിടൊക്കെ നിറഞ്ഞു നിൽക്കുന്ന രൂപത്തിലൊക്കെ നമ്മൾ നിറഞ്ഞു നിൽക്കുന്ന അധ്യായങ്ങളായി മാറിയിട്ട് ദുനിയാവിൽ പല ആൾക്കാരുടെയും പല നല്ലവരുടെയും മനസ്സിലൊക്കെ ഇടം പറ്റിയിട്ട് ആഖിറത്തിലെത്തുമ്പോ കരിവാളിച്ച്
ഒരിക്കലും പ്രകാശത്തിന്റെ ഒരു കണിക പോലും കിട്ടാത്ത ഹതഭാഗ്യരുടെ